അടുത്ത് കിടക്കുന്നവൻ്റെ പുതപ്പിനടിയിൽ നോക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? എന്നിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ സക്കീർ അലിക്ക്? പറ്റില്ല ബായ്, ബട്ട് ഐ ക്യാൻ. പുതപ്പിനടിയിൽ നോക്കാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം, എന്തും. ഈ ക്യാമറകൾക്ക് ചുറ്റിലുള്ള എന്ത് നെറുകേടിനും ആവും ഈ പൊന്നുമോൾക്ക്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7. അനുമോളുടെ അമ്മാവനും അമ്മായിയൊക്കെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിലെത്തി. വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് ജിഷൻ അമ്മാവനും മസ്താനി അമ്മായിയൊക്കെ ബിഗ് ബോസ് ഹൗസിലെത്തിയത്. അനുമോളുടെ ഒപ്പം കൂടി ജിസേലിൻ്റെയൊക്കെ പുതപ്പിനടിയിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഇവർ വന്നേക്കണത്. അത് കണ്ടുപിടിക്കൽ മാത്രമല്ല, ഇവർ ഡെമോയും ചെയ്ത് കാണിക്കും. ഗൈസ്, ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണ്. ശരിക്കും എന്താണ് അനുമോളുടെ നിലവാരം എന്നുള്ളത് ഇന്നത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആര്യനെയും ജിസേലിനെയൊക്കെ മോശമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാണ് അനുമോൾ പറയുന്നത്. ഇത്രയും നാൾ അനുമോൾ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നത് അവർക്കൊരു പുറത്തൊരു ലൈഫുണ്ട് എന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞു. എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ജിസേൽ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. ശരിക്കും എപ്പിസോഡിൽ കാണിച്ചില്ല, ജിഷിൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ, അങ്ങനെ തന്നെ പറയണം, അയാൾ എന്തോ അരുതാത്തത് കണ്ടു, മോശമായത് കണ്ടു എന്നുള്ള രീതിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. അനുമോൾ വന്ന് ആര്യനെ തട്ടി വിളിക്കുമ്പോൾ ആര്യൻ ഞെട്ടി എഴുന്നേക്കുന്നു. അപ്പോൾ പുതപ്പ് മാറ്റിയിട്ട് ജിസേൽ ഡ്രസ്സ് ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നു. ഈ ഒരു കാര്യം പുള്ളി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വൃത്തികെട്ട രീതിയിലാണ് പുള്ളി കാണിച്ചത്. അനുമോൾ എന്താണ് കണ്ടതെന്ന് പറയാൻ പറഞ്ഞു. ഒരാണും പെണ്ണും അതുപോലെ പുതപ്പിനടിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കും, അത് സംഭവിച്ചു എന്ന് പറഞ്ഞു. അവർ വേറെ സെക്ഷലി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവർ രണ്ടൊരു ഉമ്മ വെച്ചു, കിസ് ചെയ്തു എന്ന് പറഞ്ഞു. അനുമോൾ ഇതെല്ലാം ഒരുപാട് നേരം വാച്ച് ചെയ്ത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ആ മറ്റവൻ ജിഷിൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്ത് വൃത്തികെട്ടവനാന്ന് തോന്നിപ്പോയി. ജിസേൽ ഇതിന്റെ ഇടയിൽ കരച്ചിലായി. ആര്യനും സങ്കടം വരുന്നുണ്ടായിരുന്നു. ആര്യനൊക്കെ ഒരുപാട് ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ചീപ്പായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തടയാൻ ആരും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് അത്ഭുതം. ആദില പോയി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്തുകൊണ്ട് വന്നു. അനുമോളും മസ്താനിയും നിലത്ത് കിടക്കുന്നു, എന്നിട്ട് ഇത് കാണിക്കാൻ പോകുന്നു. ഇത് തുടങ്ങിയപ്പോൾ തന്നെ അക്ബർ എഴുന്നേറ്റ് പോയി. ഈ പുതപ്പിനടിയിൽ എന്താണെന്ന് തപ്പി നടക്കുന്ന ഒരു അവസ്ഥ. അനുമോളുടെ ഒരു നിലവാരം എന്താണ്? അനുമോൾ ഫൈനൽ വരെയൊക്കെ എത്തും. അനുമോൾക്ക് ചിലപ്പോൾ PR കാണും. ഈ ഒരു കാര്യത്തിൽ ബിന്നിയുടെ അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്ക് അത്ര ഓക്കെ ആയില്ല. ഇത്രയും ക്യാമറ ഉള്ളപ്പോൾ എന്തിനാണ് ഇവര് തല മൂടിക്കിടക്കുന്നതെന്ന് ചോദിച്ചു. ക്യാമറ ഉണ്ടെങ്കിലും വെളിച്ചത്തായാലും ഇരുട്ടത്തായാലും തല മൂടിക്കിടക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ബാക്കിയുള്ളവർക്ക് അതിലെന്ത് കാര്യം? അവർ കിസ് ചെയ്യട്ടെ. അവർ കിസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ക്യാരക്ടർ അസാസിനേഷൻ അവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആര്യന്റെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടികളുണ്ടായിരുന്നു. പുതപ്പിന്റെ അടിയിൽ എന്താണെന്ന് ഇവർ ചിന്തിച്ചതും ഡ്രസ്സൊക്കെ മര്യാദയ്ക്കാക്കിയിട്ട് വന്നത് നോർമലി പെണ്ണുങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും. ജിസേൽ പക്ഷേ ഇങ്ങോട്ട് വന്നു നിന്ന് സംസാരിച്ചൊന്നുമില്ല. പക്ഷെ ഒരൊറ്റ ഡയലോഗ് അവിടെ പോയി പറയുന്നത് ലൈവിൽ കാണിച്ചു. അനുമോളോടാണ് പറഞ്ഞത്, ഇത് നീ തെളിയിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്വിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് ആ ലൈവിൽ കണ്ടപ്പോൾ ആ ഒരു ഒറ്റ മൊമെന്റ് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. എല്ലാവരും എതിരെന്ന് പറയുന്ന അത്രയും മോശമായ ഒരു സിറ്റുവേഷൻ അത് ഗെയിമായി കണ്ട് അതിനെ നേരിടാൻ ജിസേലിന് പറ്റിയെന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഇത്ര ചീപ്പ് ഗെയിം ഇവരെല്ലാവരും കൂടെ കളിക്കുമ്പോഴും അതിനെ സ്ട്രോങ് ആയിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ജിസേലിന് പറ്റിയെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്.